കറന്റ് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയം മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് റിപ്പീറ്റ് ആയിട്ട് അവരിങ്ങനെ ഓരോരോ ടൈമിലും ഓരോ മൊമെന്റ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ മൊമെന്റ്സും അവരിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴും ആ ഒരു പ്രസൻസ്, നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ നിങ്ങളിൽ നിന്നും അകറ്റിയതായിരിക്കാം. അവർക്ക് ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പോലും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ഡിസിഷൻസ് ഈ വ്യക്തി എടുക്കുന്നുണ്ട്. കാരണം അത്രമാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ അവരെ വേദനിപ്പിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ അവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, അവർ കാരണമാണ് ഇപ്പോൾ നിങ്ങളും ഇത്രയധികം ഒരു വേദന അനുഭവിക്കേണ്ടി വന്നത് എന്നുകൂടിയും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം ഇത്രയധികം പെയിൻ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഏറെ ഒരു വേദന നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, അതിൻ്റെ ഒരു കാരണം അവരാണ് എന്നുള്ളത് അവരിപ്പോ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലും അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ എത്രമേൽ ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു ദേഷ്യം വരുന്നില്ല. പലപ്പോഴും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നിങ്ങൾ അങ്ങ് ഹീൽ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയോട് അങ്ങ് ക്ഷമിക്കുകയാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെയും അവരുടെയും സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. അതായത് അവരുടെ സന്തോഷം നിങ്ങളാണ്, നിങ്ങളുടെ സന്തോഷം ആ വ്യക്തിയുമാണ്. അതായത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണിത്. അത്രയും ബോണ്ടിങ് ഉള്ള, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റീസും തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. ഓക്കെ, യെസ്, നിങ്ങൾ രണ്ടുപേരും ഒത്തിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളാണ്. എപ്പോഴും നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് പറയുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. അവരൊരു തെറ്റ് ചെയ്താൽ പോലും അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത് സമ്മതിച്ച് തരാറില്ല. ഓക്കെ, അവരുടെ ഉള്ളിൽ അറിയാം അവരാണ് ആ ഒരു തെറ്റ് ചെയ്തത്, തെറ്റായിട്ടുള്ള വാക്കുകൾ നിങ്ങളോട് പറഞ്ഞത് എന്നുണ്ടെങ്കിലും അവർ നിങ്ങളോടത് സമ്മതിച്ച് തരാറില്ല. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയുണ്ട്. കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടാവാം. ഓക്കെ, ഇത്രയധികം സെപ്പറേഷനിലാണ് എങ്കിലും ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഇൻഫിനിറ്റ് ബോണ്ടിങ്. ഓക്കെ, ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടേത്. ഓക്കെ, അത്രയും നിങ്ങളുടെ ഈ ഒരു ഓരോ സെപ്പറേഷനിലും നിങ്ങളുടെ ആ ഒരു ആത്മബന്ധം കൂടി വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ഡിസ്റ്റൻസ് പോവാം, അല്ലെങ്കിൽ ഈ വ്യക്തി അവോയ്ഡ് ചെയ്യാം, മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മനസ്സിൽ നിന്നും ഒഴിവാക്കാനോ അങ്ങനെ ഒരു തരത്തിൽ ചിന്തിക്കാനോ പോലും കഴിയാത്ത സാഹചര്യം കാണുന്നുണ്ടാവാം. ഓക്കെ, ദാറ്റ് മീൻസ് ഈ വ്യക്തി നിങ്ങളെ അത്രമാത്രം പ്രണയിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ പോലും.
അവര് ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനില് അത്രയധികം വേദനിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളോടുള്ള സ്നേഹത്തിന് അല്പം പോലും അവരുടെ മനസ്സിൽ കുറവ് വന്നിട്ടില്ല. നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരണം എന്നുള്ള ഒരു കാര്യമാണ്. അത്രയും ഒരു ഒരു ഡീപ്പായിട്ടുള്ളൊരു ഡിസിഷൻ ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ വ്യക്തി ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയം തോന്നുന്നുണ്ട്. ആൻഡ് യെസ്, അത്രയും ഒരു എന്താണ് ഡിപ്രഷനിലേക്ക് ഈ വ്യക്തി മൂവ് ചെയ്യുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെയിൻ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിന്നും എല്ലാ കാര്യങ്ങളും നഷ്ടമായി പോയി എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് പല കാര്യങ്ങളിലും ഈ വ്യക്തി ഫോക്കസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടും വളരെ ഹാപ്പി ആയിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലൊക്കെയും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അവരധികം ആ ഒരു വേദന എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അത്രയും ഫീലിങ്സ് അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ലൈഫിൽ ഒരിക്കലും ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഏത് സാഹചര്യമായിരുന്നാലും അതിനെയെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. എന്താണോ അവരുടെ റിയാലിറ്റി എന്നുള്ളത് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവർ എത്രത്തോളം പെയിൻ ആണ് അനുഭവിക്കുന്നത് എന്ന് അവർ ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നത് ആ വ്യക്തി വളരെ ആക്റ്റീവായിട്ട് ഉള്ളതായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം, നിങ്ങൾ അറിയുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഉള്ളിൽ അത്രയും ഒരു നിരാശയാണ് കാണുന്നത്, അത്രയും ഒരു ലോസ് ഫീലിംഗ് ആണ് കാണുന്നത്. ഓക്കെ. ഏതൊരു സമയത്തും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റിപ്പീറ്റ് ആയിട്ട് ലൈഫിൽ നിങ്ങളോടുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സുകൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. ഓക്കെ. ആൻഡ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ. ഡെഫിനറ്റ്ലി കുറച്ച് പേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നു പോയത് ആ വ്യക്തി നിങ്ങളോട് തെറ്റായ രീതിയിൽ പെരുമാറിയതോ എന്തെങ്കിലും വേർഡ്സ് നിങ്ങളോട് തെറ്റായ രീതിയിൽ പറഞ്ഞതോ ആയിരിക്കാം. അതുകൊണ്ട് അത്തരം വേർഡ്സ് അവർ തന്നെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്.